പൂരനഗരിയെ ഹരം കൊള്ളിക്കാൻ ഇത്തവണയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും. ചെമ്പൂക്കാവ് കാർത്യായനി ഭഗവതിയുടെ തിടമ്പേറ്റിക്കൊണ്ടാണ് രാമൻ തൃശൂർ പൂരത്തിന് നഗരിയിലെത്തുക. രാമന്റെ പൂരവിശേഷങ്ങൾ അന്വേഷിക്കാം. നമ്മളൊപ്പം തെച്ചിക്കോട്ടുകാവ് ദേവസ്വം പ്രസിഡന്റ് ശ്രീ ബിനോയ് ഉണ്ട്. എത്രാമത്തെ പൂരത്തിലാണ് ഇത്തവണ രാമൻ പങ്കെടുക്കുന്നത്? അങ്ങനെ എണ്ണം പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞില്ല, അത് വന്ന കാലഘട്ടം മുതൽ ഒരുപാട് പൂരങ്ങൾ എടുത്തു പോകുന്നുണ്ടാവുമല്ലോ. അന്ന് വളരെ ചെറുപ്പമായിരുന്നു കാര്യങ്ങളായിരുന്നു. ഒരുപാട് ചെറുപൂരങ്ങളും മറ്റേ പനമക്കാവിൻ്റെ മറ്റേ ഇതിൻ്റെയൊക്കെ പൂരങ്ങൾ എടുത്തു പോന്നിട്ടുള്ളതാണ്. ഒരു 95 കാലഘട്ടത്തിന് ശേഷമാണ് അങ്ങനെ പേരും പെരുമയായതിനു ശേഷമുള്ള പരിപാടികൾ കുറവാണ്. അതിനുശേഷം റീസെൻ്റായിട്ട് കുറേ കാലം ഉണ്ടായില്ല. പിന്നെ 2014 ശേഷം നടതുറപ്പ് വളരെ കുറച്ച് ആളുകളായിട്ട് വന്നിരുന്നതാണ്. ആന അറിയാലോ, അതിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പേരും പെരുമയും കാരണം. എന്തുകൊണ്ടാണ് തെച്ചിക്കോട്ടുകാവ് രാമൻ ഇത്രയധികം ആരാധന? എന്താണ് ഈ ആനച്ചന്തം? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആന ഉണ്ടാക്കുന്ന കഴിവല്ലേ. ഇപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ ആളുകളുടേതായ സ്റ്റൈലുകളുണ്ട്. ഇപ്പോൾ ആനേനെ ഒരു ഉത്സവത്തിന് ആന കൊണ്ടു ചെല്ലുമ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അത് കൊടുക്കാൻ അദ്ദേഹം പ്രാപ്തനാണ്. അദ്ദേഹം ആളുടെ ആകർഷിക്കുന്നതിനും അതിനുള്ള കഴിവുകൾ അദ്ദേഹം ആർജിച്ചെടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഓരോരുത്തരെ നേടിയെടുക്കുന്നതാണ്. അതിന് അവരുടെ കഴിവ് തന്നെയല്ല പറയാൻ പറ്റില്ല. ആനയായിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ചന്തത്തിൽ പറയപ്പെടുന്ന വലിയ മസ്തകം, തുമ്പിക്കൈ, അത്തരം കാര്യങ്ങളുണ്ടല്ലോ. അത് അല്ല, ഇപ്പം ഞാൻ പറഞ്ഞില്ല, തൃക്കടവൂര് പാമ്പാടി രാജ്യം എന്ന് പറഞ്ഞ ആന നല്ല ഭംഗിയുള്ള ആനയാണ്. അത്രയ്ക്കും മറ്റേ ഭംഗിയുടെ കേസ് പറയുമ്പോൾ പറയില്ല. പക്ഷേ എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിനിമ നടന്മാരിൽ തന്നെ ഒരുപാട് ബോഡി ഷെയ്മിങ് ഉള്ള ആളുകളുണ്ട്. പക്ഷേ അവരെന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ആളുകളുടെ കണ്ണിലാണ് അതിൻ്റെ ആസ്വാദിക്കുന്നത് അവരുടെ ഇതാണല്ലോ. പൂര വിളംബര ചടങ്ങാണ് തെച്ചിക്കോട്ടുകാവ് രാമനെ വലിയൊരു സ്റ്റാറാക്കി മാറ്റിയതല്ലേ? അത് തോന്നലാണ്. അത് എന്താ സാമൂഹ്യ മാധ്യമങ്ങൾ ആ സമയങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള കാലഘട്ടം ആയതുകൊണ്ട് അത് ഫേമസ് ആയെന്ന് മാത്രം. ആന ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടങ്ങളിലും അത് പ്രസിദ്ധി ആർജിച്ച് വന്നതാണ്. 2014 കാലഘട്ടങ്ങളിലൊക്കെ സാധാരണ സോഷ്യൽ മീഡിയ ഒത്തിരി പ്രസിദ്ധി ആർജിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിലൂടെ പ്രസിദ്ധി വന്നു എന്ന് മാത്രം. അത് ആനയുടെ രൂപത്തിൽ ഉണ്ടാക്കിയതാണ്. ആന എടുക്കുന്ന പരിപാടി ഏതാണോ അത് പ്രസിദ്ധി ആർജിക്കുന്നു എന്നേ അതിന് പറയുള്ളൂ. രാമന്റെ പാപ്പാൻ നമ്മോടൊപ്പം ഉണ്ട്. പാപ്പാന്റെ പേരും രാമൻ തന്നെയാണ് അല്ലേ? എന്താണ് ഇത്തവണ പൂരത്തിനുള്ള തയ്യാറെടുപ്പുകൾ? പൂരത്തിന് തയ്യാറെടുപ്പ് 26-ാം തീയതി രാവിലെ പുലർച്ചെ ആനയെ കഴുകുക, ഇവിടുന്ന് പൂരത്തിന് പുറപ്പെടുക, അവിടെ ചെന്ന് ദേവിയുടെ തിടമ്പേറ്റും, അവിടെ മേളം കഴിയുമ്പോൾ നേരെ പൂരപ്പറമ്പിൽ പോകും. ഇപ്പോൾ ആനയുടെ ഒരു ഭക്ഷണ ചിട്ടാക്രമങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണ ചിട്ട എന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പുല്ല് കൊടുക്കുന്നുണ്ട്, പട്ട കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി പിണ്ടി കൊടുക്കും, പിന്നെ ചോറ് കൊടുക്കുന്നുണ്ട്, അവല് കൊടുക്കുന്നുണ്ട്, ധാന്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഭക്ഷണമാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇത്തവണയും അല്ലേ? സന്തോഷത്തിലാണ്. അപ്പോൾ പൂരനഗരിയിൽ ആ കാത്തിരിപ്പ് ഫലം കാണും. പ്രിയപ്പെട്ട രാമൻ ചെമ്പൂക്കാവ് കാർത്യായനിയുടെ തിടമ്പേറ്റിക്കൊണ്ട് തൃശൂർ പൂരത്തിന് എത്തും. തൃശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.